നമ്മുടെ ഉടമ്പടിയിലെ ഒത്തിരിയേറെ വിശ്വാസപ്രയോഗ തിരുവസ്തുക്കളുണ്ട്. അപ്പോൾ ഓരോ തലമുറയിൽ ഉള്ള ആൾക്കാരോട് എല്ലാം ഇടയ്ക്കിടയ്ക്ക് ഇത് വിശ്വാസ പ്രയോഗ തിരുവസ്തുക്കളെക്കുറിച്ച് പറയണം. അല്ലെങ്കിൽ ഈ ധ്യാനം നമ്മൾ കണ്ടുവരുമ്പോഴിത് ബാക്കിലായി കഴിഞ്ഞാൽ പുതിയ ഉടമ്പടി എടുക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അതിൻ്റെ സാക്ഷരത കിട്ടത്തില്ല. കാര്യം ഉടമ്പടി വർക്ക് ചെയ്യണത് നമ്മുടെ അനുഭവങ്ങൾ അറിവിന് അനുപാതികമായിരിക്കും. അനുഭവങ്ങൾ എപ്പോഴും അറിവിന് ആനുപാതികമായിരിക്കും. എന്തുമാത്രം അറിവ് ആ വിഷയത്തിലുണ്ട് അത്രയും അനുഭവങ്ങളാണ് ഉള്ളത്. നിങ്ങൾക്ക് 30% നോളജാണ് ഒരു സബ്ജക്റ്റിലെ ഉടമ്പടി വിഷയത്തിലുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് 30% ആയിരിക്കും. ഇപ്പം ഞങ്ങളെപ്പോലുള്ള ഈ സ്പിരിച്വൽ എൻജിനീയേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ നോക്കുന്നത് നിങ്ങളുടെ അറിവിൻ്റെ നിലവാരം വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയാണ് നോക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അറിവിൻ്റെ നിലവാരം വർദ്ധിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ പലപ്പോഴും ഉപയോഗിക്കുന്നത് നേരത്തെ വിശ്വാസപ്രയോഗം നടത്തി വിജയിച്ച ആൾക്കാരുടെ സാക്ഷ്യങ്ങളാണ്. നേരത്തെ വിശ്വാസപ്രയോഗം നടത്തി വിജയിച്ച ആൾക്കാരുടെ സാക്ഷ്യങ്ങൾ ഞങ്ങളത് പറഞ്ഞിട്ട് നിങ്ങളോട് പറയും, നിങ്ങൾ പോയി അതുകൂടി കാണാൻ പറയും. ഇപ്പോൾ ഈ പ്രാവശ്യത്തെ കുറേ സാക്ഷ്യങ്ങൾ അങ്ങനെ നല്ലത് വന്നിട്ടുണ്ട്. നല്ലതല്ല, എല്ലാ സാക്ഷ്യങ്ങളും ഗംഭീര സാക്ഷ്യങ്ങളാണ്. കാര്യം ഈ സാക്ഷ്യങ്ങളിലാണ് ഈ ശുശ്രൂഷ നിലനിൽക്കുന്നത്. കാര്യം സാക്ഷ്യങ്ങൾ എന്തിൻ്റെ സാക്ഷ്യങ്ങളാണ് അത് നിങ്ങളറിയണം. ഇപ്പം നിങ്ങളുടെ ഓരോ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നു എന്നുള്ളത് അത് നിങ്ങളുടെ ഒരു ആധ്യാത്മിക അനുഭവമാണ്. പക്ഷേ ബേസിക് അൾട്ടിമേറ്റ് അതെന്തിൻ്റെ സാക്ഷ്യമാണ്? കൃപാസന അൾത്താരെ ജീവനോടെ അമ്മ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ സാക്ഷ്യമാണ്. അപ്പോൾ നിങ്ങൾ സാക്ഷ്യം പറയുമ്പോൾ ആരുടെ സാക്ഷിയാണ് നിങ്ങൾ? അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് ജോസഫച്ചനെ പോലെ ഞങ്ങളും സാക്ഷികളാണ്. അതാണ് സംഭവം. അപ്പോൾ സാക്ഷ്യം പറയുന്നവരെപ്പോഴും മനസ്സിൽ വിചാരിക്കേണ്ടത് നിങ്ങളുടെ ജപ്തി മാറണമേ, പറമ്പ് വിറ്റ് മാറണമേ, കടങ്ങൾ മാറണമേ എന്നല്ല പ്രാർത്ഥിക്കേണ്ടത്. നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കി എൻ്റെ കുടുംബത്തെ മാറ്റണമേ. അതാണ് സിമ്പിളാണ്. അത് അല്ല വേറെ നിങ്ങൾ അണ്ടേക്കൊണ്ടേ വളം വെക്കരുത്. ആ റൂട്ടിനാണ് വളം അപ്ലൈ ചെയ്യേണ്ടത്. എന്താ പ്രാർത്ഥിക്കേണ്ടത്? അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എൻ്റെ കുടുംബത്തെ മാറ്റണമേ. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉടമ്പടി എടുത്ത വ്യക്തിയോടാണ് ദൈവം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണത്. പക്ഷെ നിങ്ങളൊരു ഫാമിലി ആയത് കാരണം നിങ്ങൾക്ക് കിട്ടുന്ന അനുഗ്രഹം ഓട്ടോമാറ്റിക്കായിട്ട് ഫാമിലിക്ക് മൊത്തം കിട്ടും, ഇല്ലേ? അപ്പം നിങ്ങൾ വഴിയായിരിക്കും നിങ്ങളുടെ ഭർത്താവോ ഭാര്യയോ മക്കളോ ഒക്കെ പ്രത്യക്ഷീകരണത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. നിങ്ങൾ വഴിയായിരിക്കും മറ്റുള്ളവരോടത് മാതാവ് പ്രത്യക്ഷപ്പെട്ടു, ദുരന്തമുണ്ടാകാൻ പോണ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾക്ക് ഈ പ്രാർത്ഥന മറ്റുള്ളവരോടും പറയണം. ഈ പ്രാർത്ഥന ആണ് പ്രചരിപ്പിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ പ്രത്യക്ഷീകരണം നമ്മുടെ റാലിയൊക്കെ നടത്തുന്നത് എന്തിനു വേണ്ടിയാണ്? ആ 3 ലക്ഷം പേരിലേക്ക് പ്രത്യക്ഷീകരണം പ്രചരിപ്പിക്കുക. അച്ഛനെ ഇപ്പോൾ എല്ലാ രാജ്യങ്ങളിലും പോയി ധ്യാനം നടത്തുന്നുണ്ട്. ഇപ്പോൾ അടുത്തത് സൗദി അറേബ്യയിലാണ്, പിന്നെ ഓസ്ട്രേലിയയിൽ, അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും. അവിടേക്ക് എന്താ ഇങ്ങനെ പോണതിൻ്റെ കാര്യം? എല്ലാ രാജ്യങ്ങളിലും ഉള്ളവർ പ്രത്യക്ഷീകരണത്തെക്കുറിച്ച് അറിയണം. കാര്യം മലയാള ലോകത്തോടാണ് നമ്മൾ സംവേദിക്കുന്നത്. പക്ഷെ മലയാള ലോകം വളരെ പ്രൊഫൗണ്ടാണ് ഇപ്പോഴ്. പണ്ടത്തെ മലയാള ലോകമല്ല. ഓൾമോസ്റ്റ് എവരിബഡി നോസ് ഇംഗ്ലീഷ്. ദേ ആർ ലിവിങ് എമംഗ് ദ വൈറ്റ് പീപ്പിൾ. നമ്മുടെ ജനങ്ങളെല്ലാം വെള്ളക്കാരുടെയും മറ്റ് രാജ്യങ്ങളുടെ കൂടെ താമസിക്കുകയാണ്. സോ നമ്മുടെ ജനങ്ങളെ മാത്രം ഇവാഞ്ചലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ലോകത്തെ നമുക്ക് ഇവാഞ്ചലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ദൈവം മലയാളിയെ വളർത്തിയിട്ടുണ്ട്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകത്തിന്റെ അതിർത്തികൾ വരെയും സുവിശേഷം പ്രഘോഷിക്കുവാൻ ഞങ്ങളെ നീ തിരഞ്ഞെടുത്ത യേശുവേ ആരാധന, ആരാധന, സ്നേഹരാജ യേശുവേ. ഉടമ്പടിയുടെ ഭാഗമാകുന്ന അല്ലെങ്കിൽ ഉടമ്പടിയുടെ ഭാഗമാകാൻ വേണ്ടി ദൈവം
പ്രത്യേക ദൈവവിളി, അതൊരു വിളിയാണ്. അപ്പം നിങ്ങൾക്ക് രോഗമുണ്ട് എന്നല്ല പറയേണ്ടത്, നിങ്ങൾക്ക് ദൈവമായിട്ട് ഉടമ്പടി ചെയ്യാനുള്ള ദൈവവിളി ഉണ്ടെന്നാണ് പറയേണ്ടത്. യു ഗോട്ട് ദ പോയിൻറ്റ്. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് രോഗമുണ്ടെന്നൊന്നും പറഞ്ഞേക്കരുത്. നിങ്ങൾക്ക് അതിൻ്റെ ബേസിൽ നിങ്ങൾക്ക് ജോലിയില്ല എന്ന് നെഗറ്റീവായിട്ടല്ല പറയേണ്ടത്. നിങ്ങൾക്ക് ഈ ഒരു ഇല്ലായ്മ വെച്ചുകൊണ്ട് ദൈവമായിട്ട് ഉടമ്പടി ചെയ്യാനുള്ള ഒരു യോഗ്യതയുണ്ട്. ശ്രുതികട ഹല്ലേലൂയ.